700ഓളം കുടുംബങ്ങളുടെ വഴി മുടക്കുകയാണ് ഒരു റെയിൽവേ ഗേറ്റ്. 3 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട എലത്തൂർ കിഴക്ക് ഭാഗത്ത് ഉള്ളവർക്കാണ് പുറത്തു കടക്കാനുള്ള ഏക മാർഗം ഈ റെയിൽവേ ഗേറ്റാണ്. റെയിൽവേ ഓവർ ബ്രിഡ്ജ് എന്ന ആവശ്യത്തിനായി കഴിഞ്ഞ 30 വർഷമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഹലോ, രാഹുൽ അല്ലേ? അതെ, ഞാൻ എലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എലത്തൂർ റെയിൽവേ ഗേറ്റ് ഏഷ്യൻ കമ്മിറ്റിൻ്റെ കൺവീനറാണ്. സമീർക്ക്, ഞാനേ എലത്തൂർ വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ക്യാമറമാൻ മുനീഫിനായിട്ടാണ് ഞാൻ പോണേ. കോഴിക്കോട് നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് എലത്തൂർ എന്ന ഗ്രാമം. ശുഭിച്ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് സമീപമാണ് 700ഓളം കുടുംബങ്ങളുടെ വഴിമുടക്കുന്ന ആ റെയിൽവേ ഗേറ്റ് ഉള്ളത്. എന്തായിരിക്കും എലത്തൂരിലെ കിഴക്കും ഭാഗത്തുള്ള ആ കുടുംബങ്ങളുടെ പ്രശ്നം? ആരായിരിക്കും ആ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി? 24 റൈഡിംഗ് റിപ്പോർട്ടർ എന്ന് പോകുന്നത് കോഴിക്കോട് എലത്തൂരിലേക്കാണ്. ഇതാണ് എലത്തൂരുകാരുടെ വഴിമുടക്കുന്ന റെയിൽവേ ഗേറ്റ്. ശിബുച്ചേട്ടൻ ഫോണിലൂടെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. 2 വശങ്ങളിലും റെയിൽവേ ഗേറ്റ് കടക്കാൻ നിരവധി വാഹനങ്ങളും ആളുകളും കാത്തു നിൽക്കുന്നു. നമ്മളെന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞൊരു 35-40 വർഷക്കാലമായിട്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഒരു സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷമാണ് പ്രധാനമായിട്ടും റെയിൽവേ ഗേറ്റായിട്ട് ബന്ധപ്പെട്ട യാത്രാ തടസ്സം വന്നത്. ഈ പ്രദേശം 700ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് 3 ഭാഗം പുഴയാൽ ചുറ്റപ്പെട്ടതാണ്. ബാക്കി ഒരു ഭാഗം റെയിൽവേ ട്രാക്കും. നമ്മൾ ഇത്രയും പ്രദേശവാസികൾക്ക് പുറലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള ആകെയുള്ള ഒരു വഴി റെയിൽവേ ഗേറ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഈ റെയിൽവേ ഗേറ്റ് ഇപ്പോൾ റെയിൽവേ രാത്രികാലങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിടുന്ന സ്ഥിതിയാണ്. അതുകൂടാതെ HP വാഹനങ്ങളുടെ ഷണ്ടിങ് സമയത്ത് 1.5-2 മണിക്കൂർ പൂർണ്ണമായിട്ട് അടച്ചിടും. അതും കൂടാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനായിട്ടും 2 ദിവസം മുഴുവനായിട്ടൊക്കെ പല സ്ഥലത്ത് നിർത്തിയിട്ടേണ്ട വാഹനങ്ങൾ, ഗൂഡ്സ് വാഹനങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് ജനങ്ങൾ അത്രയും ദ്രോഹിക്കുന്നൊരു സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരു ആംബുലൻസ് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു അണ്ടർപാസ് വടക്ക് ഭാഗത്തുള്ള ഒരു 1.5 കിലോമീറ്റർ ദൂരം. നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? ഇത് 45 വർഷത്തോളമായി ഈ പ്രയാസം 800 കുടുംബങ്ങളും 4 സ്കൂളുകളും ഒരു ITIയും പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പം വിവിധ ജനങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിവിധ ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതത്തിൻ്റെ പുറത്താണ് റെയിൽവേയിൽ മറ്റ് സ്ഥലങ്ങളിൽ നിർത്തിയിടേണ്ട വണ്ടി പോലും ഇപ്പോൾ ഈ സ്റ്റേഷൻ അതിർത്തിയുള്ള സ്റ്റേഷൻ മാസ്റ്റർമാർ ഇവിടെ കൊണ്ടുപോയി വെക്കാനുള്ള അനുവാദം വണ്ടിക്ക് കൊടുക്കുന്നതോടുകൂടി ദുരിതം അതിപ്രയാസകരമായ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ശാശ്വത പരിഹാരം ഒരു ROB കൂടിയാണ് സാധ്യമാവും. കാരണം അത്ര 800ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്ക് മിനിറ്റിന് 2 വണ്ടി പോകുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ROB അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ടോ അണ്ടർപാസ് ആണെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലൊക്കെ എന്ത് അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ഏക വഴി അണ്ടർപാസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ ആ അണ്ടർപാസ് കൂടെ ഒരു വലിയ ഫയർഫോഴ്സിന് പോകാൻ സാധ്യമല്ലാത്ത റോഡുകളും അതിൻ്റെ ഹൈറ്റും ഇതെല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ 800ഓളം കുടുംബങ്ങൾ എന്തെങ്കിലും അത്യാഹിതം വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട് വലിയ ദുരന്തത്തിന് ഉത്തരവാദികളാകേണ്ടി വരും. ഇതാണ് 4 മീറ്റർ ഉയരവും 10 അടി വീതിയുമുള്ള എമർജൻസി എക്സിറ്റ്. കഷ്ടിച്ച് ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ സാധിക്കില്ല. മാത്രമല്ല 30 സെൻറ്റിമീറ്റർ വെള്ളമുള്ളപ്പോൾ ഈ പാത ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം. ചേട്ടാ, ഈ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടന്നാൽ എങ്ങനെയാണ് അത് നിങ്ങളെ ബാധിക്കുന്നത്? എപ്പോഴും അടഞ്ഞു കിടക്കുമോ? എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം കുട്ടികളൊക്കെ
പിന്നെ സ്കൂളിട്ട് പോകുമ്പോൾ പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോലും മുകളിൽ കൂടി ചാടി ഇറങ്ങലും പല ബുദ്ധിമുട്ടുകളും. ഗുഡ്സ് വന്നാലും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബ്ലോക്കാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്കൂൾ കുട്ടികളൊക്കെ നോണ്ട് പോവുക ഭയങ്കര വല്ലാത്തതാണ്. ഒരുപാട് സമരങ്ങൾ നടത്തിയതാണ്. എപ്പോഴും ഇവിടെ ഈ വണ്ടികളൊക്കെ വന്നിട്ട് വണ്ടി എപ്പോഴും ഇങ്ങനെ കെട്ടിക്കിടക്കുകയായി. അതെ, ആരോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. റെയിൽവേ മേൽപ്പാലത്തിനായി കോവിഡ് കാലത്തിന് മുമ്പ് പ്രാഥമിക എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു എന്നാണ് സമരസമിതി പറയുന്നത്. പക്ഷേ വൻ തുക ചിലവ് വരുന്നതിനാൽ റെയിൽവേയോ സംസ്ഥാന സർക്കാരോ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതാണ് റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യത്തിന് ചിറകുമുളയ്ക്കാതെ പോയത്. എലത്തൂരിനെ 2ആയി വിഭജിക്കുന്ന ഈ റെയിൽവേ ഗേറ്റ് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി പ്രധാനമന്ത്രിയുടെ അടുത്ത് മുതൽ വാർഡ് മെമ്പറുടെ അടുത്ത് വരെ ഈ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിലെ പ്രതീക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത കേസിലാണ്. അതിലും നടപടി ഉണ്ടായില്ലെങ്കിൽ കുടിൽ കെട്ടിയുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മുനീഫ് തിരൂരിനും ഹരികൃഷ്ണനുമൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഏതായാലും എലത്തൂർ കിഴക്ക് ഭാഗത്തുകാരുടെ ജീവിതത്തിന് മുന്നിലെ സുഗമ ജീവിതത്തിന് മുന്നിലെ ഒരു റെഡ് സിഗ്നലും ഗേറ്റും തടസ്സവുമാണ് ആ റെയിൽവേ ഗേറ്റ്. സുഗമമായി ആശുപത്രിയിൽ പോകാൻ, അല്ലെങ്കിൽ എമർജൻസി ഉണ്ടായാൽ പോകാൻ, സ്കൂളിലേക്കൊക്കെ സമയത്തിന് പോകാൻ. സമയം തെറ്റി റെയിൽവേയുടെ ട്രെയിനിന്റെ ഓട്ടത്തിനിടെ നമുക്കറിയാം എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഗേറ്റ് അടയാൻ പോകുന്നതെന്ന് അറിയില്ല. ഏതായാലും ഒരു മേൽപ്പാലം, അതാവട്ടെ അവരുടെ ജീവിതത്തിലെ ഗ്രീൻ സിഗ്നൽ.